കർണാടക ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് തിരച്ചിൽ നിർത്തിയത്. നാളെ അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥലത്തെത്തിക്കും. നദിയിൽ ടാങ്കർ സ്ഫോടനം നടന്നിട്ടില്ലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. KJ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പുതിയ വിവരങ്ങൾ. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ശിരൂരിൽ നിലവിലും അവസാനിച്ചിരിക്കുന്നു. ഇന്ന് 8ാം ദിവസമായിരുന്നു. ഇന്നും വളരെ വലിയ തിരച്ചിലായിരുന്നു നടത്തിയത്. ഇന്ന് കരസേനയും നാവികസേനയും ഉൾപ്പെടെയുള്ളവർ പുഴ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയത്. പക്ഷേ ഈ തിരച്ചിലിൽ നിലവിൽ ഈ 8ാം ദിനവും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്ന് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ദൗത്യസംഘത്തിൽ 3 ദിവസമായി ദൗത്യസംഘത്തിന്റെ ഭാഗമായവരെ ഇന്ന് പൂർണ്ണമായി തന്നെ ആ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പൂർണ്ണമായി തന്നെ സൈനികരും അതോടൊപ്പം തന്നെ NDRFും മുങ്ങൽ വിദഗ്ധരും സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെയുള്ളവരായിരുന്നു അവിടെ പരിശോധന നടത്തിയത്. പക്ഷേ അവർക്ക് ഇന്ന് പല വെല്ലുവിളികളുണ്ടായിരുന്നു അവരുടെ മുന്നിൽ. കാരണം പ്രധാനമായ മഴയാണ്. ഈ നിമിഷം പോലും അല്പം മുൻപ് പോലും ഈ പ്രദേശത്ത് ശക്തമായ മഴയുണ്ട്. ആ മഴയുള്ളതിനാൽ തന്നെ ഗംഗാവാലിയിലേക്ക് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ട്. കാരണം 20 മീറ്ററിലധികം താഴത്തിലുള്ള ഈ നദിയിലേക്ക് ഈ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള സ്കൂബ ടീം അംഗങ്ങൾ പരിശോധനയ്ക്കായി പോകുമ്പോൾ വലിയ ഒരു അടിയൊഴുക്കുണ്ടായിരുന്നു. ഈ അടിയൊഴുക്കുള്ളതിനാൽ തന്നെയാണ് ഇന്ന് കൂടുതൽ സമയം ഇത്തരത്തിൽ പ്രവർത്തനവുമായി ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെ ഇത്തരത്തിലുള്ള പരിശോധന ആരംഭിക്കുമെന്നും കാർവാർ MLA സതീഷ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ബൂം ലെങ്ത് എന്ന ഒരു ആധുനിക ഉപകരണവും ഒരു യന്ത്രവും ഈ പ്രദേശത്ത് എത്തിച്ച് കൂടുതൽ പരിശോധന നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ പരിശോധന എന്തായാലും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെയോടെ തന്നെ ഒരു വനിതയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ ഉണ്ടായ ദിവസം ഈ മണ്ണിടിച്ചിൽ ഈ പുഴയിലേക്ക് വീഴുകയും ആ പുഴയിൽ നിന്നുമുള്ള വെള്ളം സമീപത്തെ വീടുകളിലേക്ക് എത്തി 5 വീടുകൾ തകർന്നിരുന്നു. അതിൽ ഒരു വീട്ടിലെ സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് ശക്തമായ മഴയുള്ളതിനാൽ തന്നെ നാളെയും എങ്ങനെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആശങ്കയും ഈ ദൗത്യ സംഘത്തിനുണ്ട്. എന്തായാലും 2 ദിവസത്തിനകം അല്ലെങ്കിൽ നാളെയോടെ തന്നെ ഈ പ്രവർത്തനങ്ങൾ രക്ഷാദൗത്യം പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കാനുള്ള ചർച്ചകളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. കാരണം കാണുന്ന ഈ റോഡാണ്. ഈ റോഡിന്റെ 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശം. കാരണം ഈ സ്ഥലങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ തന്നെ പല ലോറികളും ഈ റോഡ് ക്രോസ് ചെയ്ത് ആ മറു സൈഡിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനാൽ തന്നെ അവർ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ നാളെയോടെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെയോടെ തന്നെ ഈ വഴിയെ ഈ വാഹനങ്ങൾ കടത്തിവിടാനുള്ള തീരുമാനത്തിൽ എത്തുവാൻ വേണ്ടി ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ കർണാടക ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് തിരച്ചിൽ നിർത്തിയത്. KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.